പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണി എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നിലേക്ക് ഭ്രാന്ത് പിടിച്ച് ഓടിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവളെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് കൃഷ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യാതൊരു വഴിയും മുന്നിൽ തെളിയാത്തതിനെ തുടർന്ന് കൃഷ് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. അപ്പോഴാണ് മുന്നിലേക്ക് കൃഷിന്റെ കൂട്ടുകാരൻ കടന്നു വരുന്നത്. കൃഷ്, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, കാര്യങ്ങൾ ശരിയാകും, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. പക്ഷേ ഇപ്പോൾ നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ മറ്റൊരാൾക്ക് മാത്രമാണ് സാധിക്കുക. അയാളുടെ സഹായം സ്വീകരിക്കുന്നതിനായി നീ തയ്യാറായി പോവുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ നീ ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ ഇപ്പോൾ ബലരാമന് സാധിച്ചേക്കും. മാത്രവുമല്ല, അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് അയാൾ കൂടിയാണല്ലോ ഈ ചതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അയാളോട് നമ്മൾ നേരിട്ട് പോയി കാര്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. ഒഴിഞ്ഞു മാറി നിന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല എന്നതാണ് സത്യം. ഇതോടെ അതും ശരിയാണ്, അവനെ ഒന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. എന്തൊക്കെയായാലും അവനെയും വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അവനെയും പോയി കണ്ട് ചോദിക്കുക തന്നെ ചെയ്യാം. എന്തെങ്കിലും കച്ചിത്തുരുമ്പ് നമുക്ക് വീണ് കിട്ടിയാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൃഷ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിനിടയിൽ ക്ലിയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ബലരാമൻ. സത്യങ്ങൾ എനിക്കറിയണം. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്? ക്ലിയുടെ അമ്മ ഇത് കേട്ട് പറയുകയാണ്. എന്ത് മോനെ ബലരാമ, നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. നിങ്ങൾ എന്തൊക്കെയോ സത്യങ്ങൾ ഒളിച്ചു വെച്ചാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്? ഞാൻ അറിയാത്ത എന്ത് രഹസ്യമാണ് ഉള്ളത്? എനിക്ക് ആ കാര്യം അറിഞ്ഞേ മതിയാകൂ. സത്യങ്ങൾ അറിയാതെ ഞാനിനി ഇവിടെ നിന്ന് പോവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യം നിങ്ങൾ പറയുന്നോ അതോ നിങ്ങളെ ഞാൻ കൊല്ലണോ? ഇതേ തുടർന്ന് കഴുത്തിൽ അമർത്തി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചുപോകുന്ന അവർ സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. ധനമോള് ഇവിടെ തന്നെയുണ്ട്. അവളെ ആക്രമിച്ചത് മറ്റാരുമല്ല, സുമിത്ര തന്നെയാണ്. ഞാൻ അതിന് സാക്ഷിയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് അമ്മ അവളെ ആക്രമിക്കുക? എന്തിൻ്റെ പേരിൽ? അവളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിന് പിന്നിലെ സത്യാവസ്ഥ. ഇതോടെ മോനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്ലിയുടെ അമ്മ. കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ അല്ല ബലരാമ. നീ സുമിത്രയുടെയും അവരുടെ ഭർത്താവിൻ്റെയും മകനല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിന്നെ എടുത്തു വളർത്തിയതാണ്. എൻ്റെ അച്ഛനും അമ്മയും ആരാണ്? ആ കാര്യം എനിക്ക് ഇപ്പോൾ അറിയണം. നിങ്ങൾ ആ കാര്യം അറിയാമെങ്കിൽ എന്നോട് പറയുകയാണ് വേണ്ടത്. എനിക്ക് ഇനിയും ഇങ്ങനെ ഒളിച്ചുകളിയുമായി മുന്നിലേക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് അവർ. സാഗറും സുജയും. അവർ രണ്ടുപേരുമാണ് നിന്റെ അച്ഛനും അമ്മയും. കൃഷിന്റെ മൂത്ത സഹോദരനാണ് നീ. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ബലരാമൻ. എന്ത്? കൃഷന്റെ അനിയനാണെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, അതാണ് യാഥാർത്ഥ്യം. കൃഷ് നിന്റെ ഇളയ സഹോദരനാണ്, കൃപ സഹോദരിയും. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ബലരാമൻ ആകെ തകർന്നു പോകുന്നു.
ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് എന്നീ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ക്രിഷ് തന്നോട് തന്നെ. ഇത് തുടർന്ന് ഇതിന് പിന്നിലെ ചതി എല്ലാം ആസൂത്രണം ചെയ്തത് മറ്റാരുമല്ല, സുമിത്ര തന്നെയാണ്. അവരുടെ പേഴ്സണൽ വെഞ്ചൻസ് തീർക്കുന്നതിന് വേണ്ടിയാണ് സുമിത്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന ബലരാമന്റെ മുന്നിലേക്കാണ് കൃഷും അതുപോലെ തന്നെ കൂട്ടുകാരനും കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ അവരുടെ വരവ് ഒരു നിമിഷത്തേക്ക് ബലരാമനെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ബലരാമൻ എന്താണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണിയെ രക്ഷിക്കണം, അതിന് ഞങ്ങളെ സഹായിക്കണം എന്നുള്ള കാര്യം കൃഷും കൂട്ടരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം കൺമണിയെ കൊല്ലുന്നതിനായി എത്തിയിരിക്കുകയാണ് ആളുകൾ. കൺമണിയോട് നിന്റെ ജീവൻ എടുക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചതിനെ തുടർന്ന് കൺമണി ആകെ പകച്ചു പോകുന്നു. ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരാൾ കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.